ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്ന 5 രാജ്യങ്ങളെന്ന് പറയുന്നത് USA, കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവയാണ്. ഇങ്ങനെയുള്ള ഈ 5 രാജ്യങ്ങൾ മൈഗ്രേഷൻ കഠിനമാക്കിക്കൊണ്ടുള്ള പല നിയമങ്ങളും അവർ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതുമല്ല ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്താണ് നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഉള്ളതെങ്കിൽ, ഈ രാജ്യങ്ങളിൽ മൈഗ്രേഷനിൽ വന്നേക്കുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് US-ൽ നിന്നാണ്. H-1B വിസ ക്യാൻസലാക്കുകയും അങ്ങനെ IT-ക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെല്ലാം കണ്ടത് US-ൽ നിന്നാണ്. 2025-ൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഈ മൈഗ്രേഷൻ കടുപ്പിച്ചുകൊണ്ടുള്ള പുതിയ പല കാര്യങ്ങളും US കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ എല്ലാം സ്വന്തം രാജ്യത്തേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഇപ്പം ട്രംപ് ചെയ്യുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. ഇതിന് പുറമെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം പ്ലാനുകളുണ്ട് ഈ രാജ്യം വീണ്ടും ഗ്രേറ്റ് ആക്കുക എന്നുള്ളതിൽ. അത് തന്നെ ബാധിക്കാൻ പോകുന്ന മൈഗ്രേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള പല ഇന്ത്യക്കാരും അങ്ങനെ പല രാജ്യത്തുള്ളവരെയാണ്. US-ലെ ഈ നിയമങ്ങളെല്ലാം കഠിനമാക്കിയതിനൊപ്പം തന്നെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള കാനഡയോടും ഇങ്ങനത്തെ പല രീതിയിലുള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസ്, അത് പ്രത്യേകിച്ച് കാനഡയിൽ നിന്ന് US-ലേക്ക് കടന്നു വരുന്ന മൈഗ്രൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു വാർണിംഗ് ആണ് കാനഡയോട് കൊടുത്തത്. ഇതിൻ പ്രകാരം കാനഡയെ അവിടെ ഉണ്ടായിരുന്ന മൈഗ്രേഷൻ്റെ റൂൾസ് എല്ലാം വളരെയധികം സ്ട്രിക്റ്റ് ആക്കിയുണ്ടായി. അതുകൊണ്ട് തന്നെ കാനഡയിലേക്ക് ഇപ്പം പുതിയതായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവരുടെ എല്ലാം തറവായിട്ടുള്ള ചെക്കപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ കാനഡയിലേക്ക് ഒരു എൻട്രി കൊടുക്കുന്നുള്ളൂ. മാത്രമല്ല ഇപ്പം കാനഡയിലുള്ളവരുടെ ഡോക്യുമെൻറ്റ്സ് പോലും അവരൊരു സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റിലേക്കോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ നിന്ന് PR-ലേക്കോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ ആപ്ലിക്കേഷൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും അതൊരു റിജക്ഷന് കാരണമാക്കി ആ ആപ്ലിക്കേഷൻസ് എല്ലാം റിജക്റ്റ് ചെയ്യുകയാണ് ഇപ്പം ചെയ്യുന്നത്. ഓരോ ദിവസം നോക്കുമ്പോഴും കാനഡയിലെ പുതിയ പുതിയ നിയമങ്ങൾ വരികയും പുതിയ പുതിയ മാറ്റങ്ങൾ വരികയും ഒക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമൂലം തന്നെ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരെയും വർക്ക് പെർമിറ്റിലുള്ളവരെയും അവരുടെ ഭാവി എന്താണ് എന്നുള്ള ആശങ്കയിലാണിപ്പം. ഇനി നമ്മൾ UK നോക്കുമ്പോഴത്തേക്ക് ട്രംപിൻ്റെ അതേ പാതയാണ് അവർ പിന്തുടരുന്നത്. അതായത് ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ ഇംഗ്ലീഷ് ചാനലിലൊക്കെ ക്രോസ് ചെയ്ത് UK-ലേക്ക് വളരെയധികം മൈഗ്രൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ യൂറോപ്പിൻ്റെ പല രാജ്യത്ത് നിന്നും അങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ എല്ലാം അവർ കണ്ടുപിടിച്ച് അവർ ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ന്യൂസുകളാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കാർ വാഷിംഗ് സെൻറ്ററിലും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ അഥവാ പെട്രോൾ പമ്പുകളിലൊക്കെ അനധികൃതമായിട്ട് ജോലി ചെയ്യുന്ന പല ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെയും അവരിപ്പം റെയ്ഡിൽ കൂടി കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ഡീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ UK-യിലെ വെയിൽസിലെ കാർഡിഫ് എന്ന സ്ഥലത്ത് ഹോളിഡേ ഹോംസ് എന്ന പേരിൽ ദുബായിൽ നിന്നൊക്കെയുള്ള നിക്ഷേപകർ അവിടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടെ വീട് വാങ്ങിക്കുകയൊക്കെ ചെയ്തത് മൂലം അവിടെയുള്ള തദ്ദേശീയർക്ക് സ്വന്തമായിട്ടൊരു വീട് മേടിക്കാൻ പോലും പറ്റാത്ത അത്ര രീതിയിൽ വീടിൻ്റെയൊക്കെ വില കുതിച്ചു വരികയുണ്ടായി. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നതിന് ശേഷം ഇപ്പോൾ വെയിൽസിലെ പാർലമെൻറ്റ് ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് വിദേശികൾക്ക് വീട് മേടിക്കുന്നതിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത്. ഇതിനൊപ്പം തന്നെ UK-യിലെ ILR കിട്ടാൻ 5 വർഷമായിരുന്നു നേരത്തെ വേണ്ടിയിരുന്നെങ്കിൽ അതിന് പകരമായിട്ട് ഇനി 10 വർഷം വേണം ILR കിട്ടാൻ എന്നുള്ളൊരു പുതിയ നിയമം പാസ്സാക്കണം എന്നാണ് പുതിയതായിട്ട് വരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മെയിൻ അജണ്ടയായിട്ട് ജനങ്ങളുടെ മുന്നിൽ പറയുന്നത്. എന്ന് വെച്ചാൽ UK-യിൽ ഒരു PR കിട്ടണമെങ്കിൽ ഇനി ഒരു 10 വർഷം കാത്തിരിക്കണം എന്നാണ് അതിന് ചുരുക്കം. ഇനി UK വരാൻ പോകുന്ന പല മാറ്റങ്ങളും നമ്മൾ വരും ദിവസങ്ങളിൽ അറിയുന്നതായിരിക്കും. അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുന്നതുമായിരിക്കും. ഇനി നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാനഡയുടെ കൂട്ട് തന്നെ വളരെയധികം മൈഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഒരു വലിയൊരു രാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. എത്രയധികം ആൾക്കാരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും റിസോഴ്സും ഒക്കെ ഉള്ളൊരു രാജ്യമാണ്. അങ്ങനെയുള്ള ഓസ്ട്രേലിയ പോലും മൈഗ്രേഷൻ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ വീടുകളുടെ എല്ലാം വില കൂടി എന്ന് തന്നെയാണ്. അവിടെയുള്ള തദ്ദേശീയർക്ക് ഒരു വീട് മേടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. പല ആൾക്കാരവിടെ വരികയും അവരെല്ലാം വീടുകൾ വാങ്ങിച്ചു കൂട്ടുകയൊക്കെ ചെയ്തത് കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു വീട് മേടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ കാരണം. അതുമൂലം ഓസ്ട്രേലിയയിൽ പുതിയ റൂൾ കൊണ്ടുവന്നിരിക്കുകയാണ്, വിദേശികൾക്ക് 2 വർഷത്തേക്ക് അവിടെ വീട് മേടിക്കാൻ സാധ്യമല്ല എന്ന് ഉള്ളത്. വിദേശികൾ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരെയാണ് വിദേശികളെന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കാർ, പാകിസ്ഥാൻ അങ്ങനത്തെ ഉള്ള ഏത് രാജ്യത്തുള്ളവർക്കും ഇനിയും 2027 ആവുന്നിടം വരെ അവിടെ വീട് മേടിക്കാൻ സാധ്യമല്ല എന്ന ഒരു നിയമമാണ് ഇപ്പോൾ ഓസ്ട്രേലിയ കൊണ്ടുവന്നിരിക്കുന്നത്. മൈഗ്രേഷൻ എളുപ്പമാണ് നമ്മൾ വിചാരിച്ച പല രാജ്യങ്ങളും ഇപ്പോൾ മൈഗ്രേഷൻ ഡിഫിക്കൽട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ അനുകരിക്കുകയാണ് ന്യൂസിലൻഡ് പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഈ നിയമം ഓസ്ട്രേലിയ കൊണ്ടുവന്നപ്പോൾ ഉറപ്പായിട്ടും അത് ന്യൂസിലൻഡ് അനുകരിക്കും എന്നതിന് ഒരു തർക്കവും ഇല്ലാത്തതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലോകത്ത് തന്നെ മൈഗ്രേഷനെ
സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പല പ്രധാന രാജ്യങ്ങളും അവരിപ്പം മൈഗ്രേഷൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ രാജ്യങ്ങളെല്ലാം വികസിത രാജ്യങ്ങളാവാനുള്ള മെയിൻ കാര്യമെന്ന് പറയുന്നത് മൈഗ്രേഷൻ മൂലമാണ്. അങ്ങനെ ഈ രാജ്യങ്ങൾക്കൊന്നുമല്ല, ഒരു രാജ്യത്തിന് പോലും മൈഗ്രേഷൻ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി ആയതുപോലെ അല്ല ഈ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളെല്ലാം. അവിടുത്തെ ജനങ്ങളെല്ലാം പ്രായം കൂടുകയും റിട്ടയർമെൻറ്റ് ഏജ് കൂടുകയും ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ ഇല്ലാതെ ആ രാജ്യത്തൊന്നും നിലനിൽക്കാൻ പറ്റുന്നതേ അല്ല. അങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം ഇനി തൽക്കാലം ഇങ്ങനത്തെ നിയമങ്ങളെല്ലാം കടുപ്പിച്ചെങ്കിൽ പോലും ഫ്യൂച്ചറിൽ അവർ മൈഗ്രേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇതിൻ്റെ വിദഗ്ധരെല്ലാം പ്രവചിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.